ഒരു റേഡിയോളജിസ്റ്റിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഒരു ഡിസീസ് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ക്യൂർ ആവുന്നത് കാണുമ്പോഴാണ്. ഇന്ന് ഈയിടെ ഒരു 52 വയസ്സുള്ള ഒരു ലേഡി CT സ്കാൻ എടുത്തു. അത് നമ്മളൊരു ലിവർ ലീഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു സ്റ്റേജ് 3 സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു ലീഷൻ. പേഷ്യൻ്റ് പിന്നീട് റിവ്യൂ സ്കാനിന് വന്നപ്പോഴാണ് മനസ്സിലായത് പേഷ്യൻ്റ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. വളരെ അശാസ്ത്രീയമായിട്ടുള്ള അത്ഭുത മരുന്നുകൾക്ക് പിന്നാലെ പോയിട്ട് പേഷ്യൻ്റ് വളരെ ബാഡായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മൾക്കൊരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മുടെ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മളെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ അതിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകളായിരിക്കും. ഇന്ന് ശാസ്ത്രം, അതായത് 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം ഒരുപാട് വളർന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ ഡിസീസായി തന്നെ മാറിക്കഴിഞ്ഞു. എന്നിട്ടും ഇങ്ങനത്തെ അശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റിന് പിന്നാലെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവേണ്ടത് എന്തെന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ ഓരോ ക്യാൻസറിനും ഓരോ ക്യാൻസർ ഓരോ ടൈപ്പാണെന്നും ഓരോ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡിഫറെൻ്റ് ആണെന്നും എല്ലാ ക്യാൻസറും ഒരുപോലെ അല്ല പ്രോഗ്നോസിസെന്നും ചില ക്യാൻസർ ക്യൂറബിളാണ്, ചില ക്യാൻസറിന് ഒരുപാട് നമുക്ക് ആയുസ് കൂട്ടിയെടുക്കാൻ പറ്റും, ചില ക്യാൻസർ ബാഡ് തന്നെയാണ്. എന്നാൽ അത് എന്താണെന്നൊക്കെ പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അറിയണമെന്നില്ല. ഒരു തെറ്റായ തീരുമാനം ചിലപ്പോൾ നമ്മുടെ 10-20 വർഷം നഷ്ടപ്പെടുത്തിയേക്കാം.